അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഹ്ലൻ വസഹ്ലൻ യാ ഇഖ്വത്തൽ ഈമാൻ. സൂക്ഷ്മമായ ഓർമ്മശക്തി എന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. അള്ളാഹു ഒരാൾക്ക് നൽകുന്ന അനേകം അനുഗ്രഹങ്ങളിൽ അതിപ്രധാനപ്പെട്ടതാണ് ആവശ്യാനുസൃതം കാര്യങ്ങൾ മനസ്സിൽ നിന്ന് ഓർത്തെടുത്ത് പറയാനും പ്രവർത്തിക്കാനും സാധിക്കുക എന്നത്. ജീവിതത്തിൽ കഴിഞ്ഞുപോയ 50ഉം 60ഉം വർഷങ്ങളിലെ നല്ലതോ അല്ലാത്തതോ ആയ മുഴുവൻ സംഗതികളും വിഷയങ്ങളും ആവശ്യാനുസൃതം ഓർത്തെടുത്ത് പങ്കുവെക്കാൻ കഴിയുക എന്നത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയായി വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശരിക്കും പറഞ്ഞാൽ അത് ഒരു വിസ്മയം തന്നെയാണ്. ഇന്നധികം ആളുകൾക്കും സാധിക്കാത്തതും അത് തന്നെയാണ്. നമ്മുടെ വിസ്മയച്ചെപ്പിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ എന്നെന്നും സൂക്ഷിച്ചു വെക്കേണ്ട ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ട്. ഒരുപക്ഷെ നമ്മിൽ പലരും അത് മറന്നിട്ടുണ്ടാകും. നമ്മുടെയൊക്കെ ഓർമ്മക്കൂട് തുറന്നാൽ എന്തെല്ലാം സംഗതികൾ ഓർത്തെടുക്കാൻ പറ്റും. അവയിൽ അത്ഭുതകരമായി, അല്ലെങ്കിൽ പ്രതിഫലനം സൃഷ്ടിക്കുന്നതായി, അതുമല്ലെങ്കിൽ സമൂഹത്തിനും സമുദായത്തിനും അനുഭവ വേദ്യമുള്ളതായി, ഒന്നുകൂടി നന്നായി പറഞ്ഞാൽ ഗുണപരമായി വല്ലതും ഉണ്ടാകുമോ? സമൂഹത്തിന് ഗുണപരമായി അതിൽ വല്ലതും ഉണ്ടാകുമോ? സമ്മിശ്ര പ്രതികരണമായിരിക്കും പലർക്കും ഉണ്ടാവുക. നമ്മുടെ 50-60 പ്രായത്തിന് മുമ്പ് തന്നെ പലതും നാം മറന്നുപോയി. ഓരോന്ന് ഓർത്തെടുത്താൽ കാര്യമായൊന്നും ഉണ്ടാകണമെന്നില്ല. അപൂർവമായി ചിലർക്ക് ഒരുപാട് ഓർത്തെടുത്ത് പറയാൻ കഴിഞ്ഞെന്ന് വരും. അത് അവരുടെ ഒരു നല്ല അവസ്ഥയാണ്. കെ വേണുഗോപാലിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അറ്റോർണി ജനറലായി പുനർനിയമനം ലഭിച്ചത് 90 വയസ്സിനു ശേഷമാണ്. റാം ജത്മലാനി 95 വയസ്സുവരെ കോടതികളിൽ വാദിച്ചിരുന്നതായി നാം വായിച്ചിട്ടുണ്ട്. കേരളത്തിലെ എണ്ണം പറഞ്ഞ ക്രിമിനൽ വക്കീലായ കെ കുഞ്ഞിരാമ മേനോൻ 95-ാം വയസ്സിലും വാർദ്ധക്യത്തെ കോടതിക്ക് പുറത്തു നിർത്തി എന്നാണ് മനോരമയിൽ ഒരിക്കൽ കാണാൻ കഴിഞ്ഞത്. അതൊക്കെ ചരിത്രത്തിലെ വിസ്മയങ്ങളായിരിക്കും ഒരു പക്ഷേ. കർണാടക സംഗീത വിദൂഷിയായ പാറശാല ബി പൊന്നമ്മാൾ തൻ്റെ 95-ാം വയസ്സിലും കച്ചേരി നടത്തിയത്രേ. 107 വയസ്സുവരെ ജീവിച്ച പാപ്പുക്കുട്ടി ഭാഗവതർ തൻ്റെ 97-ാം വയസ്സിൽ നന്നായി പാടിയിട്ടുണ്ട്. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ 100 വയസ്സിന് ശേഷവും കഥകളി ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ടത്രേ. ഇതുപോലെ പലരും നിരവധിയായ സിദ്ധികൾ, കഴിവുകൾ പ്രകടിപ്പിച്ചവരാണ്. എന്നാൽ നമ്മിൽ എത്ര പേർക്ക് മറ്റുള്ളവർക്ക് അനുസ്മരിക്കാനും അയവിറക്കാനും പകർത്തിയെടുക്കാനും വിസ്മയകരമാണെന്ന് രേഖപ്പെടുത്തി വെക്കാനും പറ്റുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, സംഗതികൾ അവതരിപ്പിക്കാൻ കഴിയും, ഓർത്തെടുക്കാൻ കഴിയും എന്നത് ചിന്തിക്കേണ്ടതല്ലേ? ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങൾക്കിടയിലും നന്നായി പാട്ടുപാടിയും പഴയകാല കഥകളൊക്കെ അയവിറക്കിയും അനുസ്മരിച്ചും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും പലരും പാടുകയും പറയുകയും എഴുതുകയുമൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ വലിയ
സന്തോഷം തോന്നുകയാണ്. എല്ലാവർക്കും ഭാവുകങ്ങൾ. അള്ളാഹു ജല്ല ജലാലുഹു നമ്മുടെയൊക്കെ ഓർമ്മശക്തി ധാരാളമായി വർദ്ധിപ്പിച്ച് നഷ്ടപ്പെട്ടു പോകാതെ നിലനിർത്തി നമുക്കും കുടുംബത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഫലപ്രദമാകുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തി വിജയിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ബുദ്ധിശക്തിയും നമ്മുടെ മക്കളുടെയും ഇണകളുടെയും ഒക്കെ ഓർമ്മശക്തിയും അവരുടെ സർഗാത്മകതയും മറ്റു എല്ലാ കഴിവുകളും പ്രവർത്തനക്ഷമതയും നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മിലുള്ള രോഗികൾക്കും പ്രയാസം അനുഭവിക്കുന്നവർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും ക്ഷേമൈശ്വര്യവും നൽകുമാറാവട്ടെ. മരിച്ചുപോയ ആളുകളുടെ പാരത്രിക പാർപ്പിടം അള്ളാഹു സന്തോഷത്തിലും വിജയത്തിലുമാക്കി കൊടുക്കട്ടെ.